ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടക്കായ ഉപ്പേരിയാണ്. വെണ്ടക്കായ ഉപ്പേരി നല്ല മുരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ എന്ത് സ്വാദല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോകാം. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം വെണ്ടക്കായാണ് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ കുറച്ച് അധികം മൂക്കാത്ത എടുക്കണം കേട്ടോ. അതേ ഇങ്ങനെ പിൻഭാഗം ഒടിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഒടിയണം, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് നമുക്ക് തോർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം ആദ്യം. അപ്പോൾ വെണ്ടക്കായ ഞാൻ കഴുകി കൊണ്ടുവന്നു. ഞാനിതേ ഇവിടെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് തോർത്താൻ നേരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനൊരു ടവലിലേക്ക് ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് തോർത്തി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും. വെള്ളത്തോടെ മുറിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നൂല് ഒരുപാട് വന്നിട്ട് അത് ഡ്രൈ ആവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഇങ്ങോട്ട് ഡ്രൈ ആക്കി കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്കതിനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിലാണ് മുറിച്ചത് കേട്ടോ. ഇതേപോലെ വെണ്ടക്കായ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വെണ്ടക്കായും ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ എല്ലാ വെണ്ടക്കായും നല്ലോണം അരിഞ്ഞ് വെച്ചു കേട്ടോ അത് വട്ടത്തിൽ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വെണ്ടക്കായ ചിലർക്ക് ഭയങ്കര ഗ്യാസാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അയമോദകം ചേർത്ത് കൊടുത്തു. അത് അയമോദകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം വറുത്തിട്ടു കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഒന്ന് മൂത്തപ്പോൾ ഞാൻ ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ലോണം ആ സവോള വാടുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി, ഒരുപാട് മൂക്കൊന്നും വേണ്ട. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെണ്ടക്കായ അരിഞ്ഞതും ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം വഴറ്റണം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ടില്ല, തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കാരണം കുറച്ച് വഴറ്റണം. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ സ്റ്റവ് ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പണികളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നൂൽപ്പരുവം ഒക്കെ മാറുമല്ലോ. അപ്പോൾ നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ ഒരു വിധമൊക്കെ നൂലൊക്കെ വറ്റി വന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെണ്ടക്കായ കഷ്ണങ്ങൾ, നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയിട്ട് ഇനി കുഴകുഴാന്ന് ആവണ്ടാച്ചിട്ട് അതൊന്നും ചേർക്കാത്തത്. ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെണ്ടക്കായ ഉള്ളിയൊക്കെ നല്ലോണം വെന്തേക്കണു. അപ്പോൾ ഇനി നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തയ്യാറാവും. ഇപ്പോൾ ഒരുവിധമൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആയിക്കണു. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തോളൂ. നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം വെണ്ടക്കായുടെ കളറൊക്കെ മാറി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങിയെടുത്തിട്ട് നമ്മുടെ സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ മോര് വെച്ച് കൂട്ടാനോ അല്ലെങ്കിൽ സാമ്പാറോ ആണ് കറിയെങ്കിൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ ഉപ്പേരി. ഞാനിത് വാങ്ങിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി വാങ്ങിയെടുത്തു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ വെണ്ടക്കായ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.